നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് CPI മാർച്ചും ധർണയും നടത്തി. കല്ലൂർ ഞെല്ലൂരിൽ തെരുവുനായ് ശല്യം രൂക്ഷം. നടപടി ആവശ്യപ്പെട്ട് പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകി നാട്ടുകാർ. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിയമന തർക്കത്തിൽ DCC ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധത്തിനെതിരെ പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ്. പ്രതിഷേധത്തിനു പിന്നിൽ കോൺഗ്രസുമായി ബന്ധമില്ലാത്തവരെന്ന് പ്രസിഡന്റ്. നടാമ്പാടത്ത് കാട്ടാന ആക്രമണം നിയമസഭയിൽ ഉന്നയിച്ച് KK രാമചന്ദ്രൻ MLA. പരിക്കേറ്റ ഊരുമുപ്പന് ധനസഹായം നൽകുമെന്ന് വനം മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPI ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KM ചന്ദ്രൻ, VR സുരേഷ്, ഷീല ജോർജ്, CPI ജില്ലാ കൗൺസിൽ അംഗം PK ശേഖരൻ, VK വിനീഷ് എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അവർ നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താ? ഇതൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യം ഒപ്പിട്ടതുകൊണ്ട് ഇനി ഇത് നടപ്പാക്കാതെ പോകാൻ ഞങ്ങൾക്ക് തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2027 കൂടി അവസാനിക്കുന്ന ഈ പദ്ധതിയിൽ നിന്നും തുച്ഛമായ സംഖ്യ ലഭിക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിലെ സ്കൂളുകളിലേക്ക് സംഘപരിവാര ശക്തികളുടെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ന് കേരളത്തിലെ UDF ഗവൺമെന്റ് നടപ്പാക്കുകയാണ്. തെരുവു നായകളെ കൊണ്ട് ജീവിക്കാൻ വയ്യെന്നായിരിക്കുകയാണ് കല്ലൂർ ഞെല്ലൂർ നിവാസികൾ. കുട്ടികളുടെ അടുത്തേക്കും സ്കൂട്ടർ യാത്രികർക്കു നേരെയും നായ്ക്കൾ പാഞ്ഞടുക്കുകയാണ്. നായ്ക്കൾ കാരണം ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നടപടി ആവശ്യപ്പെട്ട് പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. ഞങ്ങളാ വളവിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഈ വീട്ടിൽ നിന്നേ കുറച്ച് പട്ടികൾ കൂടെ ആ ചെരുപ്പ് എടുക്കണോടത്തോളം വരെ ഞങ്ങൾ ഓടിപ്പിച്ചു. എന്നിട്ട് ആ ചാറിലുമ്മ തലയും മുട്ടിട്ട് വേനെടുക്കപ്പോ തല അവനിപ്പോ അവിടെ സൈക്കിളിന്റെ അടിയിൽ കിടന്നു വീണിട്ട്. അത്രയ്ക്ക് വേനെടുക്ക. ഇന്നാളും ഞങ്ങളെ ഓടിപ്പിച്ചു പട്ടി. ഇതിനാലും ഇപ്പൊ ഓടിപ്പിച്ചതിനാലും കൂടുതൽ പട്ടിയുണ്ട്. തെരുവുനായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അതിക്കിൻ്റെ ഭീതി വിട്ടൊഴിയുന്നില്ല. ചൊവ്വാഴ്ച സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നതിനിടയിലാണ് വീടിന് സമീപത്ത് വെച്ച് ആക്രമണകാരിയായ തെരുവുനായ അതിക്കിന് നേരെ ഓടിയെടുത്തത്. ഭയന്ന് നിലവിളിച്ച അതിക്കും സുഹൃത്തും സൈക്കിളിൽ നിന്ന് നിയന്ത്രണം വിട്ട് താഴെ വീണു. ഓടിയെത്തിയ സമീപവാസികളാണ് നായയെ ഓടിച്ച് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. തൃക്കൂർ പഞ്ചായത്ത് 14-ാം വാർഡ് അനുഗ്രഹ ഗാർഡൻസിൽ താമസിക്കുന്നവരുടെ ഗതികേടാണിത്. പ്രദേശത്ത് വീട്ടിലും സമീപത്തുമായി ഒരു സ്ത്രീ തെരുവുനായ്ക്കളെ പരിചരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. നായ്ക്കളെ പേടിച്ചും കടുത്ത ദുർഗന്ധവും കാരണം സമീപവാസികൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. രാത്രികാലങ്ങളിൽ നായ്ക്കളുടെ ഊരിയിടലും റോഡിലൂടെയുള്ള അലഞ്ഞു നടക്കലും കാരണം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് സമീപവാസികൾ പറയുന്നു. 1.5-2 വർഷത്തോളമായിട്ട് ഇവിടെ തെരുവുനായ ശല്യം ഭയങ്കര രൂക്ഷമാണ്. അതിനെ നമ്മൾ ഇവിടെ ഈ വീട്ടുകാർ അതിനെ പബ്ലിക്കായിട്ട് ഇവിടെ തീറ്റിട്ട് കൊടുത്തിട്ട് വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് അതിനെ ഒരു 6-7 പട്ടി ഇന്ന് ഇവിടെ ഉണ്ടാവും. ഈ വഴി യാത്ര ചെയ്യേണ്ട യാത്രക്കാരെല്ലാം അതിനെ പേടിച്ച് വഴി നടക്കേണ്ട ഒരു അവസ്ഥയാണ്. കൊച്ചു പിള്ളേർ പോകുമ്പോൾ 6-7 തെരുവുനായ്ക്കൾ ഒരുമിച്ച് കൂടി അവരെ ഓടിച്ച് അപകടാവസ്ഥയിലാവണ ഒരു സ്ഥിതിയായിട്ട് 3-4 പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് മുഖേനയും പോലീസ് സ്റ്റേഷൻ മുഖേനയും SP ഓഫീസിലും എല്ലാം പരാതി കൊടുത്താണ്. പക്ഷേ
പിറ്റേ ദിവസം ആ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ പേഴ്സണലായിട്ട് ഇവർ ഓരോ കുറ്റം കാര്യങ്ങൾ ഒരു അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത് അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്കാണ്. വൈകിട്ട് എല്ലാ ദിവസവും 8 മണിക്ക് ഇവിടെ കൂടാണ്ട് ഈ പഞ്ചായത്തിൽ തന്നെ ഒരു 4 സ്ഥലത്ത് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളൊരു മാസ് പെറ്റീഷൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് പഞ്ചായത്തിന് വേണ്ടിയിട്ട്. ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഇവിടെ നിന്ന് ഒഴിവാക്കാനും ഇങ്ങനെ പൊതുനിരത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് നിർത്തലാക്കാനും പറഞ്ഞിട്ടുള്ളത്. 2 വർഷത്തോളമായി പ്രദേശവാസികൾ നായ്ക്കളുടെ ഈ ശല്യം സഹിക്കുന്നു. നായ്ക്കളുള്ള കാരണം പലപ്പോഴും പ്രധാന റോഡിലൂടെ പോലും നടക്കാനാകാത്ത സ്ഥിതിയാണെന്നും വീട്ടിലെ കുട്ടികളെ പുറത്തേക്ക് വിടാറില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. മൃഗസ്നേഹത്തിൻ്റെ പേരിൽ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ മുതലെടുത്ത് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കാനാകില്ലെന്നും ജനങ്ങളുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ പറഞ്ഞു. ഇവിടെ മൃഗസ്നേഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തെരുവിൽ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കൊടുത്ത് നിറച്ച് തെരുവ് നായകൾ ഇവിടെ കൂടുകയാണ്. എന്നിട്ട് ഇവർ രാത്രി കാലങ്ങളിൽ ഈ തെരുവ് നായകളെ ഇവരുടെ വീട്ടിൽ നിന്ന് തുറന്നു വിട്ടുകൊണ്ട് ആ പട്ടികൾ ഈ സ്ഥലത്ത് മൊത്തം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്ന കുട്ടികളെ 4 തവണയായി പട്ടി ഓടിപ്പിക്കുകയും കടിക്കാൻ ശ്രമിക്കുകയും നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പോലീസ് FIR ഇടാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. പോലീസും നിയമവും പട്ടിക്ക് അനുകൂലമാകുമ്പോൾ മനുഷ്യജീവന് വില ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിയമം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഡൽഹിയിൽ നിന്നും നാട്ടിലെ പ്രമുഖ ആക്ടിവിസ്റ്റുകളിൽ നിന്നും മൃഗസ്നേഹികളിൽ നിന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിയമം പട്ടികൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടുത്തെ ജോലി വിട്ട് വരുന്ന പെങ്ങന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ നാട് പോകുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത്. അവശ്യ സേവനത്തിനുള്ള ആളുകൾ പോലും വീടുകളിലെത്താൻ ഭയക്കുകയാണ്. മാത്രമല്ല, ഇറച്ചിക്കടയിൽ നിന്നും മാലിന്യം വാങ്ങി നായ്ക്കൾക്ക് കൊടുക്കുന്ന പതിവുണ്ടെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. പ്രദേശവാസികളുടെ പരാതി പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ഈ മാസം 26 രാവിലെ 11 പഞ്ചായത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതായും പഞ്ചായത്ത് അംഗങ്ങളായ രമണി ചന്ദ്രനും ഗ്ലാൻസൺ ചക്കാലക്കലും പറഞ്ഞു. നമുക്ക് ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായാലും മറ്റു കാര്യങ്ങൾക്ക് പലവർക്കും യാത്ര ചെയ്യാനും ഈ വാർഡിലെ ഈ ഭാഗത്ത് അനുഗ്രഹ ഗാർഡനിലെ ഈ പരിസരവാസികൾക്ക് വഴി നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഈ പ്രദേശത്തെ ആൾക്കാർ ഞാൻ വരുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അതിനെ ചൊല്ലി പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കണം. ഈ വരുന്ന ജൂലൈ 26-ാം തീയതി 11 മണിക്ക് നമ്മൾ ഇതിൻ്റെയും മൃഗസംരക്ഷകരെ വിളിച്ച് പട്ടികളെ ആയാലും ഏത് മൃഗസംരക്ഷകരെ ആയാലും സ്നേഹിക്കുന്നവരെ വിളിച്ച് വരുത്തി അവർക്കൊരു നിർദ്ദേശങ്ങളും ക്ലാസ്സും കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് തൃക്കൂര് പഞ്ചായത്തിൽ നിന്ന് തീരുമാനം എടുത്തിട്ടുള്ളത്. ശനിയാഴ്ച ഇവിടുന്ന് 2 കുട്ടികളെ ഈ പട്ടി ഓടിച്ചിട്ട് 2 കുട്ടികൾക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു പഞ്ചായത്തിൽ വന്ന് പെറ്റീഷൻ തന്നു, മാസ് പെറ്റീഷനാണ് തന്നത്. അപ്പോൾ നമ്മൾ തീരുമാനമെടുത്ത് മൃഗസ്നേഹികളെ എല്ലാവരും വിളിച്ചിട്ട് 26-ാം തീയതി 11 മണിക്ക് നമ്മൾ യോഗം വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഹാളിൽ. തുടർന്ന് എന്താണ് അവർ സംസാരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ബാക്കി തീരുമാനങ്ങൾ നമ്മൾ പഞ്ചായത്തായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ തെരുവുനായ ശല്യത്തിൽ നമ്മളിവിടുത്തെ പട്ടികളെ വയലൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഓർഡറുള്ളത് വയലൻസ് പട്ടികളെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. പരാതി നൽകുന്നവർക്കെതിരെ തിരിച്ച് കള്ളപ്പരാതികൾ കൊടുക്കുകയും നിയമത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് പോലീസ് സംവിധാനത്തെ പോലും ഇവർ ഭയപ്പെടുത്തുകയാണെന്നും അയൽവാസികൾ ആരോപിക്കുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാർ സംഘടിച്ചതോടെ പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. പ്രദേശവാസികളുടെ പരാതിയിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായി ആക്രമണകാരികളായ നായ്ക്കളെ പരിപാലിക്കുന്ന സ്ത്രീക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. നാട്ടിലെ 1-2 വ്യക്തികളുടെ നായപ്രേമം കാരണം നായകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാതെ ഭീതിയിൽ കഴിയേണ്ട അവസ്ഥയാണ് തൃക്കൂർ പഞ്ചായത്ത് 14-ാം വാർഡ് അനുഗ്രഹ ഗാർഡൻസിലെ ഈ പ്രദേശവാസികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്നത് അത് മൃഗമാണെങ്കിൽ കൂടി, അത് ഏത് ജീവിയാണെങ്കിൽ കൂടി അതിനെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏതായാലും പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ അനുഗ്രഹ ഗാർഡൻസിലെ പ്രദേശവാസികൾ കഴിയുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.
തൃശൂരിൽ DCC ഓഫീസിനു മുന്നിൽ ഒരു കൂട്ടം ആളുകൾ നടത്തിയ പ്രതിഷേധം. മറ്റത്തൂർ പഞ്ചായത്തിൽ അടുത്തുതന്നെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയം കണക്കിലെടുത്ത് BJPയെ സന്തോഷിപ്പിക്കാനായിരുന്നെന്ന് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരേൽ. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടൻ ജില്ലാ സെക്രട്ടറി ബെന്നി തൊണ്ടുങ്ങൽ എന്നിവർ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുറത്താക്കപ്പെട്ട 3 നേതാക്കന്മാരാണ് ഇതിന് പിന്നിലുള്ളത്. DCC പ്രസിഡന്റിന്റെ കൊലവുമായി പ്രതിഷേധത്തിനെത്തിയവർ മിക്കവരും കോൺഗ്രസുമായി ബന്ധമില്ലാത്തവരാണ്. പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ 2 ദിവസത്തിനകം നടപടി ഉണ്ടാകുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു. അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന അവിശ്വാസ പ്രമേയത്തെ BJPയുടെ സഹായത്തോടെ മറികടക്കാനാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ശ്രമം നടത്തുന്നത്. ഇതിനായി കോൺഗ്രസിനെയും DCC നേതൃത്വത്തിനെയും കരിവാരിത്തേച്ച് BJPയെ സന്തോഷിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. മതേതര നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി BJPയുടെ പിന്തുണയോടെ മറ്റത്തൂരിൽ ഭരണം പിടിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ഡിസംബറിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം DCC ഓഫീസിനു മുന്നിൽ പ്രതിഷേധം നടത്താൻ നേതൃത്വം നൽകിയത്. കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാനത്ത് മണ്ഡലം കമ്മിറ്റിയില്ലാത്ത ഏക പഞ്ചായത്താണ് മറ്റത്തൂർ. വിഭാഗീയത പരിഹരിച്ച് മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ യോഗ്യനായ ഒരാളെന്ന നിലക്കാണ് ഹസൻ വില്ലത്തിനെ പുതിയ മണ്ഡലം പ്രസിഡന്റായി DCC നേതൃത്വം നിയോഗിച്ചത്. ഹസൻ വില്ലത്ത് സജീവ പ്രവർത്തകനല്ലെന്ന വാദം തെറ്റാണ്. സ്വതന്ത്ര സമര സേനാനിയുടെ മകനായ ഹസൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റായും മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നയാളാണ്. പുതിയ മണ്ഡലം പ്രസിഡന്റ് വൈകാതെ ചുമതലയേൽക്കുമെന്നും മണ്ഡലം കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റികളും രൂപീകരിച്ച് പാർട്ടിയെ ശുദ്ധീകരിക്കുമെന്നും ശക്തിപ്പെടുത്തുമെന്നും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ഹസൻ വില്ലത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AB പ്രിൻസ്, മുൻ പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെയുണ്ടായ സമരം അത് BJPക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, വീണ്ടും ഭരണത്തിൽ തുടർന്നു പോകാൻ വേണ്ടി BJPക്കാരെ സന്തോഷിപ്പിക്കാൻ പുറത്താക്കപ്പെട്ട മുൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നൊരു നാടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ വന്ന ചില ആളുകളൊക്കെ പറയുന്നത്, നിങ്ങളെപ്പോലെ ഞങ്ങളും പത്രത്തിലൂടെ കേട്ടത്, DCC പ്രസിഡന്റ് കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളും കോൺഗ്രസ് പരാജയപ്പെട്ടു, അത് DCC പ്രസിഡന്റിന്റെ കുറ്റമാണ്. അങ്ങനെ DCC പ്രസിഡന്റ് കടന്നാക്രമിച്ചുകൊണ്ടുള്ള കുറേ അഭിപ്രായങ്ങളാണ് അവിടെ സമരത്തിന് വന്ന ആളുകളെയൊക്കെ പറഞ്ഞത്. പലരും കണ്ടുപരിചയം പോലുമില്ല, കോൺഗ്രസിൽ കണ്ടുപരിചയം പോലുമില്ലാത്ത ആളുകളെ എവിടെ നിന്നോ സംഘടിപ്പിച്ച് കോൺഗ്രസ് പാർട്ടിയെ മനഃപൂർവ്വം കരിവാരി തേച്ച് കളിക്കുന്ന ഒരു സമീപനമാണ് എടുത്തത്. അതൊന്നും ഈ പാർട്ടിയിൽ വെച്ച് പുറപ്പിക്കില്ല. പാർട്ടിക്കെതിരായി പാർട്ടിയുടെ പ്രവർത്തകർ ആരെങ്കിലും അതിൽ ഉൾപ്പെടുന്ന അവരുടെ പേരിൽ ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകും. അതിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷ ആളുകളും കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികളോ പ്രവർത്തകരായിട്ട് ആളുകളല്ല. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ നാടാമ്പാടം കള്ളിച്ചിത്ര ഉന്നതിയിലെ ഊരുമുപ്പന് ധനസഹായം നൽകുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. KK രാമചന്ദ്രൻ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് വനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഊരുമൂപ്പൻ ഗോപാലന് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും സാമ്പത്തിക സഹായം കുടുംബത്തിന് നൽകണമെന്നും KK രാമചന്ദ്രൻ MLA ആവശ്യപ്പെട്ടു. തുടർന്ന് ഊരുമൂപ്പന്റെ ചികിത്സയ്ക്ക് വനംവകുപ്പ് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി അറിയിക്കുകയായിരുന്നു. ജൂൺ 22-നാണ് കള്ളിച്ചിത്ര ഉന്നതിയിലെ ഊരുമൂപ്പൻ ഗോപാലന് കാട്ടാന ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ ജൂൺ 22, അതായത് 2 ദിവസം മുൻപ് തിങ്കളാഴ്ച നമ്മൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിയോജകമണ്ഡലമായ പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കള്ളിച്ചിത്ര ആദിവാസി ഉന്നതിയിൽ അവിടുത്തെ ഊരുമൂപ്പൻ ശ്രീ ഗോപാലൻ കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഗുരുതരമായ പരിക്കുകളോടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശ്രീ ഗോപാലിന് ശസ്ത്രക്രിയ നടത്താൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ്. വിദഗ്ധമായ ചികിത്സയ്ക്കും മറ്റ് സാമ്പത്തിക സഹായത്തിനും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്യുന്നതിന് വേണ്ടി വനവകുപ്പ് തയ്യാറാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, തീർച്ചയായിട്ടും പരിശോധിക്കാൻ. മുൻകാലങ്ങളിലെ ഒരു കീഴ്വഴക്കം സർ, ആദ്യം തന്നെ 30,000 കൊടുക്കുക, പിന്നെ അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ബില്ല് വരുമ്പോൾ 70,000 കൊടുക്കുക. പക്ഷേ കോതമംഗലത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വനം വകുപ്പിന് കൊടുക്കാനുള്ള 1 ലക്ഷം രൂപ അന്നേരം തന്നെ കൊടുത്തു സർ. ആദ്യം 30-ഉം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ 70,000 കൊടുത്തു സർ. അതിന് ശേഷമുള്ളതും SDRF-ൽ നിന്ന് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷേ നിലവിലുള്ളത് അതിന് ശേഷം ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അത് SDRF-ൽ നിന്ന് കൊടുക്കുമെന്നാണ്. അത് 2.5 ലക്ഷം എന്നൊരു പരിധിയാണ് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ സർ. അത് അതിനേക്കാൾ കൂടുതലാണെങ്കിലും ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് കുറച്ചുകൂടെ സ്പീഡിലി, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇതിൻ്റെ ഒരു
കണ്ടെയ്ൻമെൻറ്റ് മിറ്റിഗേഷൻ സ്പീഡി കോമ്പൻസേഷൻ എന്നുള്ള നിലയിലേക്ക് മൂന്നാമത്തെ ഭാഗത്ത് വരുന്നത് എങ്ങനെ അന്നേരം അവർക്ക് പ്രയോജനകരമായി അന്നേരം തന്നെ എത്തിക്കാനൊക്കെ എന്നുള്ളത് നോക്കാം. ഇത് ബഹുമാനപ്പെട്ട മെമ്പർ അതിൻ്റെ ശ്രദ്ധയിൽ അതിൻ്റെ ഒരു നോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെക്കുറിച്ച്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന സന്ദേശമുയർത്തി BKMU നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ട്രഷറർ ഡെന്നീസ് പുളിക്കൻ, KT കൃഷ്ണൻകുട്ടി, സുധാ രാജേഷ്, TP രാജേഷ് എന്നിവർ സന്നിഹിതരായി. ആമ്പല്ലൂർ വടക്കുമുറിയിൽ മല്ലികൃഷി CPI ലോക്കൽ സെക്രട്ടറി KR അനൂപ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PC സാജു, അജിത മാധവൻ, KV പ്രവീൺ, CB സുരേഷ്, KK മോഹൻദാസ് എന്നിവർ സന്നിഹിതരായി. പാഠം 1 പാടത്തേക്ക് ഞാറുനട്ട് കൃഷിപാഠവുമായി അളഗപ്പ നഗർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ് അംഗങ്ങളാണ് കാവലൂർ, പച്ചളിപ്പുറം, വട്ടനാത്ര പാടശേഖരത്തിൽ ഞാറുനട്ട് വേറിട്ട കൃഷിപാഠത്തിന് തുടക്കമിട്ടത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പാരിജാതം ഹരിതസേനയുടെയും സ്കൂൾ കാർഷിക ക്ലബിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടി കർഷകരോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും പങ്കുചേർന്നു. നെൽകൃഷിക്കുള്ള നിലമൊരുക്കൽ, ഞാറ്റടി തയ്യാറാക്കൽ, ഞാറ് നടീൽ തുടങ്ങിയ കൃഷിരീതികൾ കർഷകരിൽ നിന്നും കർഷക തൊഴിലാളികളിൽ നിന്നും വിദ്യാർത്ഥികൾ നേരിട്ട് മനസ്സിലാക്കി. ഹരിതസേനയിലെ തൊഴിലാളികൾ പരമ്പരാഗത രീതിയിലുള്ള ഞാറ് നടീൽ വിദ്യാർത്ഥികൾക്ക് പരിശീലിപ്പിച്ചു. നാടൻ പാട്ടുകൾക്കും കൃഷിപ്പാട്ടുകൾക്കുമൊപ്പമാണ് കുട്ടികൾ മുഴുവൻ പാടത്തും കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മനുരത്ന ഇനത്തിലെ നെല്ലിന്റെ ഞാറ് നട്ടത്. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഞാറ്റുത്സവം ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ കൃഷി ഓഫീസർ EN രവീന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് കാർഷിക ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലിറ്റി മെജോ, KK ഹരിദാസ്, സിനി ബിജു, സോജിയ പിൻഡോ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് സോജൻ ജോസഫ്, പാരിജാതം ഹരിതസേന ഭാരവാഹികളായ AR സംഗീത, ബിനി ജെയ്സൺ, കാർഷിക ക്ലബ്ബ് കൺവീനർ MB സജീഷ്, പ്രധാന അധ്യാപകരായ IS ജിഷ, PD ലീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഇത്തരം നമ്മുടെ ഭാവി തലമുറയായ മക്കൾക്ക് ഇങ്ങനെ ഒരു ഇത് ഒരുക്കി തന്നതിന്, പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സഹ മെമ്പർമാരുണ്ട്, മക്കളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഇതിന് പരിശീലനം നൽകുന്ന സംഗീത അടക്കമുള്ളവർക്കും. ഈ ചേറ് എന്ന് പറയുന്നത് ഞാനുള്ള ഞാറാണ് ഇപ്പൊ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുക്കാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞോണം 2-3 ഞാറ് എടുത്ത് നമ്മളൊരു 30-35 സെന്റിമീറ്റർ അകലം വെച്ച് ഇത് നട്ടു പോകണം. വേണ്ട ചേച്ചി ആളെന്നിട്ടോ നല്ല ഇവിടെ കുത്തിയത് അതുപോലെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതിനെ ഞാറ്റുമുടി എന്നാണ് നമ്മൾ പറയാ. നിന്ന് ഞാറ്റുമുടി എന്ന് പറയാ. എന്നിട്ട് ആ ഞാറ്റുമുടി നമ്മള് ഇത് ഉഴുത് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേക അകലത്തിൽ ഇത് ഇട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇടത്. പ്രസിഡന്റ് പാട്ട് പാടുന്നുണ്ട്, പറഞ്ഞ മനസ്സിലായ സംഗീതേച്ചി പാട്ട് പാടുന്നില്ലേ നടുമ്പോ. എന്തായാലും JCI നാഷണൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി തൃശൂർ JCI ഗ്രീൻ സിറ്റി 5 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ലക്ഷ്യമിട്ട നിരവധി പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. നാഷണൽ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്ടായ സസ്റ്റൈനബിൾ സിപ്പിംഗ് പദ്ധതിയാണ് പ്രധാനമായും ഉദ്ഘാടനം ചെയ്തത്. പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പകരം സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. ഓട്ടോ ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ബോട്ടിലുകൾ വിതരണം ചെയ്തത്. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിച്ച് ജീവിതമാണ് ലഹരി, ഫുട്ബോളാണ് ആവേശം എന്ന സന്ദേശവും പദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. ഏകദേശം 1 ലക്ഷം പേരിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ആഗോളതാപനം ചെറുക്കുന്നതിനായി 100 രക്തചന്ദന തൈകളും വിതരണം ചെയ്തു. JCIയുടെ ബ്രാൻഡ് പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട 2 പദ്ധതികൾക്കും ഇന്ന് ഔപചാരിക തുടക്കം കുറിച്ചു. പുതുക്കാട് SHO KS സുജന്ത 1 ലക്ഷം ഗോൾ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. JCI ഇന്ത്യ പ്രസിഡന്റ് ഭരത് N ആചാര്യ പ്രധാന പരിപാടി ഉദ്ഘാടനം ചെയ്തു. JCI തൃശൂർ ഗ്രീൻ സിറ്റി പ്രസിഡന്റ് മേരിയാൻ ജോസാൻഡോ അധ്യക്ഷത വഹിച്ചു. സോൺ പ്രസിഡന്റ് ജെയ്സൺ അറക്കൽ, സോൺ ഡയറക്ടർ മാനേജ്മെന്റ് അബിൻ ബോസ്, സോൺ വൈസ് പ്രസിഡന്റ് ഏബിൾ ബേബി, സെക്രട്ടറി ഹെലന ലിൻഡോ, ട്രഷറർ റോസ്ലിൻ റിജോ, ലേഡി ചെയർപേഴ്സൺ വിൻസി മെവിൻ,
JJ ചെയർപേഴ്സൺ സിയന്ന ജോസന്റെ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പുതുക്കാട് ബസാർ റോഡിലെ ശോഭ സിൽക്സിന് മുൻപിൽ സ്ഥാപിച്ച ഗോൾ പോസ്റ്റിൽ ഗോളടിച്ചവർക്ക് സമ്മാനമായി തൈകൾ വിതരണം ചെയ്തതും പരിപാടിയുടെ പ്രത്യേകതയായി. സൂഫി വര്യനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവുമായിരുന്ന ശൈഖുന ചെറുവാളൂർ PS ഹൈദ്രോസ് മുസ്ലിയാരുടെ 7ാമത് ആണ്ടുനേർച്ചയും ദാറുത്തുഖവ മജ്ലിസ് സുന്നൂർ വാർഷികവും ജൂൺ 26 മുതൽ 28 വരെ പുലിക്കണ്ണിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലിക്കണ്ണി ദാറുത്തക്വ ഇസ്ലാമിക് അക്കാദമിയിൽ വെച്ച് ജൂൺ 26 വൈകുന്നേരം 4:30 ദാറുത്തക്വ ട്രഷറർ മൊയ്തീൻ ഹാജി എടത്തടത്തിൽ പതാക ഉയർത്തും. തുടർന്ന് പാലത്തോൾ അബ്ദുൾ ജബ്ബാർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മഖാം സിയാറത്ത് നടക്കും. രാത്രി 7 നടക്കുന്ന മജ്ലിസ് സുന്നൂർ വാർഷിക സമ്മേളനത്തിന്റെയും പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി, മന്ത്രി VE അബ്ദുൾ ഗഫൂർ, ഹാരിസ് ബീരാൻ MP, KK രാമചന്ദ്രൻ MLA തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാകും. ഹസൻ സഖാഫി പൂക്കാട്ടൂർ മജ്ലിസ് സുന്നൂറിന് നേതൃത്വം നൽകും. ജൂൺ 27 വൈകുന്നേരം 4 ദാറുത്തക്വ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. രാത്രി 7 നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. PA അബൂബക്കർ ഹുദവി മുണ്ടംപറമ്പ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ജൂൺ 28 രാവിലെ 10 പാലപ്പിള്ളി മേഖല ഖാളി അൽഹാജ് പി മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൗലീദ് സദസ്സ് നടക്കും. രാവിലെ 11 നടക്കുന്ന അനുസ്മരണ സമ്മേളനം സമസ്ത സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, AV അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ തുടങ്ങി നിരവധി പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ റിഫായി നേതൃത്വം നൽകുന്ന ഖത്മ് ദുആ മജ്ലിസിന് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന അന്നദാനത്തോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് മുബാറക്കിന് പരിസമാപ്തിയാകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കുഞ്ഞുമൊയ്തീൻ ഹാജി, ഹുസൈൻ ഹാജി അരിപ്പുറം, M ഉമ്മർ, ഇർഷാദ് വാഫി ആനക്കയം എന്നിവർ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത പ്രിയങ്കരനായ ശിഷ്യന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ശൈഖുന ചെറുവാളൂർ ഉസ്താദ് അവർ. ഈ തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പാലപ്പിള്ളി എന്ന് പറയുന്ന തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ദാറുത്തക്വ ഇസ്ലാമിക് അക്കാദമി എന്ന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ അതിമഹത്താരമായ അതിൽ നിന്ന് 100ഓളം വരുന്ന കുട്ടികളും അതിനനുസരിച്ചുള്ള അധ്യാപകരും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് നടന്നു വരികയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മഹനീയമായിരിക്കുന്ന നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് നമുക്ക് 2ാം ദിവസത്തിൽ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ പ്രവർത്തിച്ചിരുന്ന അഭിവന്ദനായ മർഹൂം ഷെയ്ഖ് ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ റളിയല്ലാഹു മഹാനവറുകളുടെ 7ാം ഉറൂസാണ് നടക്കുന്നത്. ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് സ്ഥാപനമായ ദാറുത്തക്വ ഇസ്ലാമിക് അക്കാദമിയിൽ വെച്ച് തെക്കങ്കൽ ആത്മീയ നിറസാന്നിധ്യമായിരുന്ന മർഹൂം ഷെയ്ഖുന ചെറുവാളൂർ ഉസ്താദിൻ്റെ 7ാം ഉറൂസ് മുബാറക്കും മുസ്ലിം കൈരളിയുടെ ആത്മീയ നേതാവായിരുന്ന മർഹൂം സയ്യിദ് അഹദ് അലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോട് തുടക്കം കുറിച്ച മജ്ലിസ് നൂറിൻ്റെ 7ാം വാർഷികം നടക്കുകയാണ്. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ നാടിനെ തകർക്കുന്നുവെന്നാരോപിച്ച് DYFI കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റിയുടെ യോഗം പുതുക്കാട് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോസഫ് തൃശൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. 2026-27 വർഷത്തേക്കുള്ള ജില്ലാ കമ്മിറ്റിയുടെ വിവിധ പ്രവർത്തന പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ കൈമാറുകയും ചെയ്തു. യോഗത്തിൽ KP പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി. PV അനിൽ, നെവിൽ റോയ്, ജോണി പറമ്പി, നിതീഷ ജോസ്, ജോസ് പാത്താടൻ, വിനിത ഷോജി എന്നിവർ പ്രസംഗിച്ചു. ചെമ്പുച്ചിറ തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിൽ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് ഉദ്ഘാടനം ചെയ്തു. ആശ്രമം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. A. രാധാകൃഷ്ണൻ, R. ബാലകൃഷ്ണൻ, KR ദിനേശൻ, TC സേതുമാധവൻ, മോഹനൻ വടക്കേടത്ത്, ഹരി പള്ളത്തേരി, PV നന്ദകുമാർ, NP ശിവൻ, ബാബു കാളക്കല്ല് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേത്ര ശില്പികളെ ആദരിക്കൽ, കർഷകരെ ആദരിക്കൽ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം എന്നിവയുമുണ്ടായി. ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി എന്ന ക്രമത്തിൽ ഏറ്റവും പാഠ്യേതര വിഷയത്തിൽ ഏറ്റവും സമർത്ഥ കുട്ടികൾ എന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയ 12 കുട്ടികൾക്ക് 1000 രൂപ വീതമുള്ള സ്കോളർഷിപ്പിന്റെ വിതരണമാണ്. ആ കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ വേദിയിലേക്ക് അടുത്ത് നിൽക്കണം. ഇനി ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ശിവനെ ആരാധിക്കാം, ആർക്ക് വേണമെങ്കിലും വിഷ്ണുവിനെ ആരാധിക്കാം, ആർക്ക് വേണമെങ്കിൽ ആരാധിക്കാതിരിക്കാം. അമ്മയെ ആരാധിക്കാം, ഗണപതി ആരാധിക്കാം, സുബ്രഹ്മണ്യനെ വേണം മൗനമായി ധ്യാനിക്കാം, ഒന്നും ചെയ്യാണ്ടിരിക്കാം. എല്ലാം ഇവിടെ അംഗീകാരമുള്ളതാണ്. കാരണം ആത്മീയത എന്നുള്ളത് നിർബന്ധമല്ല. ദർ ഈസ് നോ കോഴ്സൽ ഫോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് സ്പിരിച്വൽ, ബട്ട് ദ ഫ്രീഡം ദറ്റ് ഈസ് എ സ്പിരിച്വൽ വേ. അത് അനുഭവമാക്കാൻ ആഗ്രഹിക്കുക. ക്ഷേത്രം സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇത് മനുഷ്യരെ ശേഖരിക്കാനുള്ളതാണ്, അല്ലാണ്ട് പണം ശേഖരിക്കാനുള്ള. ആളൂരിൽ പോലീസ് ജീപ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 16 വയസ്സുകാരൻ 7 കുടുംബങ്ങൾക്ക് പുതുജീവനേകും. ആനത്തടം പീണിക്കപ്പറമ്പിൽ രാജുവിൻ്റെ മകൻ ജൂവിനാണ് അവയവദാനത്തിൻ്റെ മഹത്വത്തിൽ 7 കുടുംബങ്ങളിൽ വെളിച്ചമാകുന്നത്. ഒരു കുടുംബത്തിലെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ജൂവിന്റെ കണ്ണും കരളും ഹൃദയവും വൃക്കയുമെല്ലാം ഇനി പ്രതീക്ഷയേറ്റ ഏതാനും പേർക്ക് ജീവിത സ്പന്ദനമാകും. സർക്കാർ സ്ഥാപനമായ കെസോട്ടോ ആണ് അവയവദാന പ്രക്രിയ ഏകോപിപ്പിച്ചത്. ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ പാലിയേറ്റീവ് കെയർ അംഗവും മരണാനന്തര നേത്രദാന കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകയുമാണ് മാതാവ് ബീന രാജു. ചാലക്കുടി ഇരിങ്ങാലക്കുട റോഡിൽ സഞ്ചരിക്കവേ പോലീസ് ജീപ്പിടിച്ച് തെറിച്ചുവീണ് ജൂവിനും കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരനായ അനന്തകൃഷ്ണനും ഗുരുതരമായി പരുക്കേൽക്കുകയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂവിൻ മരിക്കുകയുമായിരുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ കഴിഞ്ഞ 16-നാണ് ജൂവിനെ പ്രവേശിപ്പിച്ചത്. 10ാം ക്ലാസ് പാസ്സായ ജൂവിനും കൂട്ടുകാരനായ അനന്തകൃഷ്ണനും ഒരുമിച്ച് ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നിന്ന് TC വാങ്ങി മടങ്ങുന്നതിനിടെ ആളൂർ കടലിച്ചിറ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ അനന്തകൃഷ്ണൻ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാടൻ ഭക്ഷ്യ വിഭവമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ വീടുകളിൽ തയ്യാറാക്കി കൊണ്ടുവന്ന 25ഓളം ഇനങ്ങൾ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച മേള പ്രധാനാധ്യാപകൻ T. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ B. ബിജു, അഞ്ജലി അഭിജിത്ത്, P. രമ്യ, ലിത K. ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. IT ഡിജിറ്റൽ മേഖലയിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ട ബ്രെയിൻ ടെക്കിൻ്റെ പ്രിന്റ് പ്രൊഡക്ഷൻ വിഭാഗമായ ബിറ്റ്സ് ഡിജിറ്റൽ പ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫിക് കളർ ഹബിൻ്റെ ഔട്ട്ലെറ്റ് പുതുക്കാട് ആരംഭിക്കുന്നു. തളിയപ്പറമ്പിൽ കോംപ്ലക്സിൽ ആരംഭിക്കുന്ന സ്ഥാപനം വെള്ളിയാഴ്ച രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ആശീർവാദ കർമ്മം നിർവഹിക്കും. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് ശ്രീ കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 6-ന് ഗണപതി ഹോമം, തുടർന്ന് കലശം, നവകം, പഞ്ചഗവ്യം, നാഗപൂജ, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. 11-ന് പ്രസാദൂട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രം തന്ത്രി പെരുമ്പടപ്പ് വടക്കേടത്ത് കേശവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. വായിലെ ക്യാൻസറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പുകവലിയാണ്. പുകയിലയുടെ ഉപയോഗം ഇതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്നത് ശരിയാണെങ്കിലും
വായിലെ ക്യാൻസർ പുകവലിക്കുന്നവരിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒന്നാണ് വായിലെ ക്യാൻസർ. റിപ്പോർട്ട് കാണാം. പുകവലിക്കാത്ത ആളുകളിലും പുകയില ചവയ്ക്കൽ, അമിതമായ മദ്യപാനം, വൈറസ് ബാധകൾ, മോശം വായ ശുചിത്വം, അനാരോഗ്യകരമായ ജീവിതശൈലി എന്നിവ കാരണം ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ വായിലെ കോശങ്ങളെ നേരിട്ട് ബാധിക്കുകയും ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നു. പുകയില ഏത് രൂപത്തിലായാലും അത് പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഉണങ്ങാത്ത വായ്പുണ്ണുകൾ നിസ്സാരമായി കാണരുത്. പ്രത്യേകിച്ച് അവ ഇടയ്ക്കിടെ വരികയോ വേദനയോ രക്തസ്രാവമോ ഉണ്ടാവുകയോ ചെയ്താൽ ഡോക്ടറെ കാണിക്കണം. മാനസിക സമ്മർദ്ദം കൊണ്ടോ എരിവുള്ള ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ആണ് വായ്പുണ്ണെന്ന് കരുതി പലരും ഇത് അവഗണിക്കാറുണ്ട്. മിക്ക വായ്പുണ്ണുകളും സാധാരണമാണെങ്കിലും വിട്ടുമാറാത്തവ കൃത്യമായി പരിശോധിച്ച് ഗുരുതരമായ കാരണങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തണം. വായിനകത്തോ നാക്കിലോ കാണുന്ന അസാധാരണമായ വെളുത്തതും ചുവന്നതുമായ പാടുകൾ, കട്ടിയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങൾ എന്നിവ കോശങ്ങളിലെ പ്രാരംഭമാറ്റങ്ങളുടെ ലക്ഷണമാകാം. കാരണമില്ലാതെ തൊണ്ടയിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥത, ശബ്ദത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, വായ്ക്കുള്ളിലെ തരിപ്പ് അല്ലെങ്കിൽ താടിയെല്ല് ചലിപ്പിക്കാനുള്ള പ്രയാസം എന്നിവ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം. കാരണമൊന്നുമില്ലാതെ പല്ലുകൾ ഇളകുകയോ പല്ല് പറിച്ചതിനു ശേഷം ആ ഭാഗം ഉണങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. കൂടാതെ കഴുത്തിലോ താടിയെല്ലിന് താഴെയോ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത വീക്കങ്ങളും മുഴകളും വായിലെ ക്യാൻസറിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, വായിലുണ്ടാകുന്ന ഏത് മാറ്റവും ക്യാൻസർ ആകണമെന്നില്ല. എങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നത് സുരക്ഷിതമായിരിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ ഡിപ്ലോമ ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ശനിയാഴ്ച നടക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നിശ്ചിത സമയക്രമം പാലിച്ച് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ എത്തണം. രാവിലെ 9:30 മുതൽ 10 വരെ +2 VHSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും, രാവിലെ 11 മുതൽ 11:30 വരെ ITI, KGCE, NCVT റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 048027241346, മൊബൈൽ നമ്പർ 6282421915. തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശാ വർക്കർ, നഴ്സിംഗ് ഓഫീസർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നഴ്സിംഗ് ഓഫീസർക്ക് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. 14, 19 എന്നീ വാർഡുകളിലാണ് ആശാ വർക്കർ നിയമനം. അപേക്ഷകർ ഈ വാർഡുകളിലെ സ്ഥിര താമസക്കാരായ വിവാഹിതരായ സ്ത്രീകളായിരിക്കണം. 25 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവരും SSLC യോഗ്യത ഉള്ളവരുമായിരിക്കണം അപേക്ഷകർ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രേഖകൾ സഹിതം ജൂലൈ 10 വൈകിട്ട് 5 മുൻപായി തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ മൊബൈലിൽ 8281735195. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. ചെങ്ങാലൂർ SN പുരം വിളക്കത്തല പരേതനായ ശിവദാസിന്റെയും വിജയലക്ഷ്മിയുടെയും മകൾ നിഷി അന്തരിച്ചു. 34 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് CPI മാർച്ചും ധർണയും നടത്തി. കല്ലൂർ ഞെല്ലൂരിൽ തെരുവുനായ് ശല്യം രൂക്ഷം. നടപടി ആവശ്യപ്പെട്ട് പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകി നാട്ടുകാർ. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിയമന തർക്കത്തിൽ DCC ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധത്തിനെതിരെ പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ്. പ്രതിഷേധത്തിനു പിന്നിൽ കോൺഗ്രസുമായി ബന്ധമില്ലാത്തവരെന്ന് പ്രസിഡന്റ്. നടാമ്പാടത്ത് കാട്ടാന ആക്രമണം നിയമസഭയിൽ ഉന്നയിച്ച് KK രാമചന്ദ്രൻ MLA. പരുക്കേറ്റ ഊരുമുപ്പന് ധനസഹായം നൽകുമെന്ന് വനം മന്ത്രി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.